ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു എ സ്റ്റഡി. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിറ്റ് 3 ചാലഞ്ചസ് ഓഫ് ലൈഫിലെ 3rd ചാപ്റ്ററാണ്, ഏറ്റവും ലാസ്റ്റ് ചാപ്റ്ററാണ്. ഇതൊരു പോമാണ്. ചാപ്റ്ററിൻ്റെ പേര് നോക്കാം. ചാലഞ്ചസ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന യൂണിറ്റ് 3ലെ 3rd ചാപ്റ്റർ ആയിട്ടുള്ള സ്റ്റാമർ, അതൊരു പോമാണ്. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സ്റ്റാമർ ബൈ സച്ചിദാനന്ദൻ, നമ്മളുടെ പ്രിയങ്കരനായിട്ടുള്ള കെ സച്ചിദാനന്ദൻ എഴുതിയിട്ടുള്ള മലയാളം എഴുത്തുകാരനാണ്. അവരെഴുതിയിട്ടുള്ള ഒരു പോമാണ് ഈ സ്റ്റമർ എന്ന് പറയുന്നത്. സ്റ്റമർ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ വിക്ക് എന്നാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ കെ സച്ചിദാനന്ദൻ ആദ്യം ഈ പോം എഴുതിയിട്ടുള്ളത് മലയാളത്തിലായിരുന്നു, വിക്ക് എന്നുള്ള പേരിൽ. പിന്നീട് വിവർത്തനം ചെയ്തിരിക്കുകയാണ് കവി തന്നെ, അത് ഇംഗ്ലീഷിലോട്ട് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പോമാണ്. ഈ പോത്തിൽ പ്രത്യക്ഷത്തിൽ നമ്മൾ വിക്കിനെ കുറിച്ചാണ് പറയുന്നതെങ്കിലും വിക്ക് എന്നുള്ളൊരു വേർഡ് വേറൊരു പ്രോസ്പെക്റ്റീവിലാണ് കവി ഇതിൽ നോക്കിക്കാണുന്നത്. അതിലൂടെയാണ് ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതെന്താണെന്നുള്ളത് നമുക്ക് പോമത്തിലൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. പിന്നെ ഇതൊരു മോഡേൺ പോമാണ്. പോയത്തിലോട്ട് കടക്കുന്നതിന് മുമ്പ് നമുക്ക് കെ സച്ചിദാനന്ദൻ്റെ ഒരു പ്രൊഫൈൽ നോക്കാം. K. Sachidanandan, born in 1946 in Kerala, is an Indian poet writing in Malayalam and English. അപ്പോൾ കേരളത്തിലാണ് ജനിച്ചിട്ടുള്ളത്. 1946 ജനനം. അതേപോലെ ഇന്ത്യൻ പോയറ്റാണ്. മലയാളത്തിലും എഴുതാറുണ്ട്, ഇംഗ്ലീഷിലും എഴുതാറുണ്ട്. ഹി ഈസ് നോൺ ആസ് ദ പയനിയർ ഓഫ് മോഡേൺ പോയട്രി ഇൻ മലയാളം. അപ്പോൾ പയനിയർ എന്ന് വെച്ചാൽ മുൻഗാമി എന്നാണ് കേട്ടോ. അപ്പോൾ മോഡേൺ പോയട്രിന്, ആധുനിക കവിതയുടെ, മലയാളത്തിൽ ആധുനിക കവിതയുടെ മുൻഗാമിയായിട്ടാണ് അറിയപ്പെടുന്നത്. പിന്നെ ഹി ഈസ് ആൾസോ എ ക്രിറ്റിക്, കോളംനിസ്റ്റ്, ട്രാൻസ്ലേറ്റർ ആൻഡ് ദി ഫോമർ സെക്രട്ടറി ഓഫ് ദി കേന്ദ്ര സാഹിത്യ അക്കാദമി. കേന്ദ്ര സാഹിത്യ അക്കാദമിൻ്റെ ഫോമർ സെക്രട്ടറിയാണ്. അതേപോലെ ക്രിറ്റിസ്റ്റ് ആണ്, വിമർശകനാണ്, കോളമിസ്റ്റാണ്, ട്രാൻസ്ലേറ്ററാണ്. As an intellectual upholding secular democratic view, he supports causes like environment, human rights and free software. സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ എൻവയറമെന്റൽ ഇഷ്യൂസ്, അതേപോലെ ഹ്യൂമൻ റൈറ്റ്സ്, ഫ്രീ സോഫ്റ്റ്വെയർ. ഹിസ് ലെക്ചേഴ്സ് ആൻഡ് ആർട്ടിക്കിൾസ് ഓൺ ഇഷ്യൂ കൺസേണിങ് കണ്ടംപററി ഇന്ത്യൻ ലിറ്ററേച്ചർ ആർ തോട്ട് പ്രൊവോക്കിംഗ്. അപ്പോൾ കണ്ടംപററി ഇന്ത്യൻ ലിറ്ററേച്ചറിനെ കുറിച്ചുള്ള അയാളുടെ ലേഖനങ്ങളും അതേപോലെ ലെക്ചേഴ്സും തോട്ട് പ്രൊവോക്കിംഗ് ആണ്. നമ്മൾ ചിന്തകളെ വെല്ലുവിളിക്കുന്ന ടൈപ്പിലുള്ളതാണ്. ഓക്കെ, ഹി വാസ് ഷോർട്ട് ലിസ്റ്റഡ് ഫോർ ദി നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ഇൻ 2011. 2011 നോബൽ പ്രൈസ് ലിറ്ററേച്ചറിന് വേണ്ടിയിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് കെ സച്ചിദാനന്ദൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പ്രൊഫൈല്. എൻജോയ്. We can complain because rose bushes have thorns, or rejoice because thorn bushes have rose. അബ്രഹാം ലിങ്കൻ്റെ വേർഡ്സ് ആണ് കേട്ടോ. അപ്പോൾ എന്താ പറയുന്നത്, വി ക്യാൻ കംപ്ലെയിൻ, നമുക്ക് പരാതിപ്പെടാം, ബിക്കോസ് കാരണം റോസ് ബുഷസ് ഹാവ് ദി തോൺസ് എന്ന് വെച്ചാൽ മുള്ളുകൾ. ഈ റോസാ പൂവിൻ്റെ ചെടിയിൽ മുള്ളുകൾ ഉണ്ടെന്ന് നമുക്ക് കംപ്ലെയിൻ ചെയ്യാം. അല്ലെങ്കിൽ ഓർ റീജോസ് എന്ന് വെച്ചാൽ സന്തോഷിക്കാം, ബിക്കോസ് കാരണം തോൺ ബുഷസ് ഹാവ് റോസ്, ഈ മുള്ളുള്ള ചെടിയിൽ റോസ് എന്നുള്ള പുഷ്പം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്ന എന്താ, ഒരു സംഭവത്തിൻ്റെ രണ്ട് ആസ്പെക്റ്റിൽ നമുക്ക് കാണാം. പോസിറ്റീവ് ആസ്പെക്റ്റിലും കാണാം, നെഗറ്റീവ് ആസ്പെക്റ്റിലും കാണാം. പോസിറ്റീവ് ആസ്പെക്റ്റ് എന്ന് പറയുന്നത് എന്താ, ഒരു മുൾച്ചെടിയിൽ, അത്രയും ഇതിലുള്ള മുൾച്ചെടിയിൽ നല്ലൊരു പുഷ്പം, റോസ് പൂ ഉണ്ടാവുന്നത്, അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. എന്നാൽ നെഗറ്റീവായിട്ടുള്ളതിൽ എങ്ങനെ, നമ്മൾ റോസ് പൂവിലും മുള്ളുണ്ടല്ലോ. അപ്പോൾ നമുക്കൊരു കാര്യത്തെ പോസിറ്റീവായിട്ടും എടുക്കാം, നെഗറ്റീവായിട്ടും എടുക്കാം. അത് നമ്മളെ പേഴ്സ്പെക്റ്റീവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഹിയർ പെർസ്പെക്റ്റീവ്സ് മേക്ക് ദി ഡിഫറൻസ്. അപ്പോൾ പെർസ്പെക്റ്റീവ് എന്ന് വെച്ചാൽ വീക്ഷണം. ഓക്കെ, ഇവിടെ നമ്മളുടെ വീക്ഷണങ്ങളാണ് വ്യത്യാസങ്ങളെ ഉണ്ടാക്കുന്നത്. റീഡ് ആൻഡ് എക്സ്പീരിയൻസ് ദ പോയറ്റിക് റെൻഡിഷൻ ഓഫ് സ്റ്റാമർ ബൈ കെ സച്ചിദാനന്ദൻ. അപ്പോൾ ഇവിടെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കൂ. റെൻഡിഷൻ എന്ന് വെച്ചാൽ അവതരണം, ഓക്കെ, അല്ലെങ്കിൽ വ്യാഖ്യാനം. കെ സച്ചിദാനന്ദൻ സ്റ്റാമറിനെ എങ്ങനെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ എങ്ങനെയാണ് വ്യാഖ്യാനം ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കൂ.
അപ്പോൾ നമുക്ക് പോയത്തിലോട്ട് കിടക്കാം. പോയത്തിലോട്ട് കിടക്കുന്നതിന് മുമ്പ് നമ്മൾ പറഞ്ഞു ഈ പോയം ഓൾറെഡി മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ആ മലയാളം ലൈൻസും കൂടി ഇതിൻ്റെ കൂടെ കമ്പയർ ചെയ്ത് ഇങ്ങനെ നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊന്നും കൂടി അണ്ടർസ്റ്റാൻഡിങ് ആവുമല്ലോ. അപ്പോൾ നമുക്ക് പോയത്തിലോട്ട് കിടക്കാം. Stammer is no handicap. It is a mode of speech. ഇനി ഓരോ ലൈൻ ബൈ ലൈൻ മീനിങ് നോക്കാം. സ്റ്റാമർ ഈസ് നോ ഹാൻഡിക്യാപ്പ്. സ്റ്റാമർ, വിക്ക് എന്നുള്ളത് ഹാൻഡിക്യാപ്പിൻ്റെ അർത്ഥം വൈകല്യം എന്നാണ്. അപ്പോൾ വിക്ക് എന്നുള്ളത് ഒരു വൈകല്യമല്ല. ഇറ്റ് ഈസ് എ മോഡ് ഓഫ് സ്പീച്ച്. അതൊരു സംസാര രീതി മാത്രമാണ്. അപ്പോൾ വിക്കിനെ നമ്മളൊരു വൈകല്യമായിട്ട് കാണേണ്ട ആവശ്യമില്ല. അതൊരു സംസാര രീതിയായിട്ട് മാത്രം കണ്ടാൽ മതി എന്നാണ് പറയുന്നത്. രണ്ട് ലൈൻസിലൂടെയും പോയിട്ട് സ്റ്റാമറിനെ, വിക്കിന് വേറൊരു വീക്ഷണത്തിൽ, വേറൊരു പേഴ്സ്പെക്റ്റീവിലാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഈ വിക്ക് എന്ന് വെച്ചാൽ ഒരു വൈകല്യമൊന്നുമല്ല, ഒരു വ്യക്തിയുടെ വൈകല്യമൊന്നുമല്ല, അതൊരു അയാളുടെ ഒരു മോഡ് ഓഫ് സ്പീച്ചാണ്. ജസ്റ്റ് അതിനെ അങ്ങനെ മാത്രം കണ്ടാൽ മതി എന്നാണ് നമ്മളുടെ കെ സച്ചിദാനന്ദൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. സ്റ്റാമർ ഈസ് ദി സൈലൻസ് ദാറ്റ് ഫോൾസ് ബിറ്റ്വീൻ ദി വേർഡ് ആൻഡ് ഇറ്റ്സ് മീനിങ്, ജസ്റ്റ് ആസ് ലെയിംനെസ് ഈസ് ദി സൈലൻസ് ദാറ്റ് ഫോൾസ് ബിറ്റ്വീൻ ദി വേർഡ് ആൻഡ് ദി ഡീഡ്. നമുക്ക് ലൈൻ ബൈ ലൈൻ മീനിങ് നോക്കാം. സ്റ്റാമർ ഈസ് ദി സൈലൻസ് ദാറ്റ് ഫോൾസ്. സ്റ്റാമർ എന്ന് പറയുന്നത്, വിക്ക് എന്ന് പറയുന്നത് ഒരു നിശബ്ദതയാണ്. അത് എവിടെ വരുന്ന നിശബ്ദതയാണ് പറയുന്നത്? ബിറ്റ്വീൻ ദി വേർഡ് ആൻഡ് ഇറ്റ്സ് മീനിങ്. വാക്കും അതിൻ്റെ അർത്ഥത്തിൻ്റെയും ഇടയിൽ വരുന്ന ഒരു നിശബ്ദതയാണ് വിക്ക് എന്ന് പറയുന്നത്. ഈ ലൈൻസിലൂടെയാണ് പോയിട്ട് നമുക്ക് ക്ലിയർ ആക്കി തരുന്നത് ഇത് സോഷ്യൽ ഇഷ്യൂവിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന്. കാരണം ഇവിടെ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ വാക്കിൻ്റെയും, വാക്ക് മീനിങ് എന്ന് ഉദ്ദേശിക്കുന്നത് പ്രവൃത്തിയാണ് കേട്ടോ. നമ്മളുടെ വാക്കും പ്രവൃത്തിയും വ്യത്യാസമാണ് എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരാൾ ഞാൻ ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും എന്നൊക്കെ വാക്കാൽ പറയുന്നു, പക്ഷെ പ്രവൃത്തിയാൽ അയാൾ അതൊന്നും ചെയ്യുന്നില്ല. അപ്പം അതാണ് ഇവിടെ സ്റ്റാമർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ നമ്മൾ വിക്ക് കാണിക്കുന്നു. അപ്പോൾ നമ്മൾ വാക്ക് വേറൊന്നും ആയിരിക്കും, പ്രവൃത്തിയും വേറൊന്നായിരിക്കും. അതിനിടയിൽ വരുന്നതാണ് ഈ വിക്ക് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. Just as lameness is the silence that falls between the word and the deed. ഏതുപോലെയാണെന്നാ പറയുന്നത്? ലെയിംനെസ് പോലെ. ലെയിംനെസ് എന്ന് വെച്ചാൽ മുടന്ത് പോലെ. മുടന്ത് എങ്ങനെയാണ്? ദാറ്റ് ഒരു നിശബ്ദതയാണ്. ദാറ്റ് ഫോൾസ് ബിറ്റ്വീൻ ദി വേർഡ് ആൻഡ് ദി ഡീഡ്. വേർഡും ഡീഡും, ഡീഡ് എന്ന് വെച്ചാൽ പ്രവൃത്തിയും വാക്കിൻ്റെയും ഇടയിൽ വരുന്ന നിശബ്ദതയാണ് മുടന്ത്, ലെയിംനെസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ സ്റ്റാമർ എന്ന് പറയുന്നത്, വിക്ക് എന്ന് പറയുന്നതും. അത് വാക്കിൻ്റെയും മീനിങ്ങിൻ്റെയും അർത്ഥത്തിൻ്റെയും ഇടയിൽ വരുന്ന ഒരു സൈലൻസ് ആണ് എന്നാ പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ മലയാളം കവിത ഒന്ന് നോക്കാം കേട്ടോ. ഇത്ര വരെ, ഈ ലൈന് വരെ ഉള്ളത്. വിക്ക് ഒരു വൈകല്യമല്ല, ഒരു സംസാര രീതിയാണ്. വാക്കിനും അർത്ഥത്തിനും ഇടയ്ക്കു വരുന്ന ചില മൗനങ്ങളെയാണ് നാം വിക്കെന്നു വിളിക്കുന്നത്. വാക്കിനും പ്രവൃത്തിക്കുമിടയ്ക്കുള്ള മൗനങ്ങളെ മുടന്തെന്നും വിളിക്കും പോലെ തന്നെ. അപ്പം ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റാൻസ് നോക്കാം. Did stammer precede language or succeed it? Is it only a dialect or a language itself? These questions make the linguistess stammer. അപ്പോൾ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഈ സ്റ്റാൻസയിൽ കവി ഉയർത്തുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഡിഡ് സ്റ്റാമർ പ്രിസീഡ് ലാംഗ്വേജ് ഓർ സക്സീഡ് ഇറ്റ്? സ്റ്റാമർ, വിക്ക് എന്ന് പറയുന്നത് പ്രിസീഡ് എന്ന് വെച്ചാൽ മുൻപ് എന്നാണ് പ്രിസീഡിൻ്റെ അർത്ഥം. അപ്പോൾ സ്റ്റാമർ, വിക്ക് എന്ന് പറയുന്നത് ഈ ഭാഷക്ക് മുമ്പാണോ ഉണ്ടായത്? ഓർ സക്സീഡ് ഇറ്റ്? സക്സീഡ് എന്ന് വെച്ചാൽ ശേഷം, അതോ ഭാഷയ്ക്ക് ശേഷമാണോ ഉണ്ടായത്? അപ്പോൾ ഇവിടെ പോയിട്ട് ചോദിക്കുകയാണ് നമ്മളോട്, വിക്ക് എന്ന് പറയുന്ന സംഭവം ഭാഷ ഉണ്ടാവുന്നതിന് മുമ്പാണോ വിക്ക് ഉണ്ടായത്, അതോ ഭാഷ ഉണ്ടായതിന് ശേഷമാണോ വിക്ക് ഉണ്ടായത് എന്നാണ് ഈ ക്വസ്റ്റ്യൻസിൽ ചോദിക്കുന്നത്. നെക്സ്റ്റ് നോക്കാം. Is it only a dialect or a language itself? അപ്പോൾ വിക്ക് എന്ന് പറയുന്നത് ഒരു ഉപഭാഷയാണോ, ഒരു ലാംഗ്വേജ് ഇറ്റ്സെൽഫ്, ഒരു ഭാഷ തന്നെയാണോ? അതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോയിട്ട് ചോദിക്കുന്നത്. ദീസ് ക്വസ്റ്റ്യൻസ് മേക്ക് ദ ലിംഗ്വിസ്റ്റസ് സ്റ്റാമർ. ഈ ചോദ്യങ്ങൾ ലിംഗ്വിസ്റ്റസിനെ പോലും സ്റ്റാമർ ചെയ്യിക്കുന്നുണ്ട്. ലിംഗ്വിസ്റ്റസ് എന്ന് വെച്ചാൽ ഭാഷാ പാണ്ഡിത്യമുള്ളവരെ വിളിക്കുന്ന പേരാണ് കേട്ടോ. അപ്പോൾ ഈ ചോദ്യങ്ങൾ അവരെ പോലും വിക്കനാക്കുന്നുണ്ട്. നെക്സ്റ്റ് സ്റ്റാൻസ നോക്കുന്നതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ മലയാളം പോയം നോക്കാം. അപ്പോൾ ഇവിടെയാണ് ഈ സ്റ്റാൻസ് വരുന്നത്.
ഭാഷയ്ക്ക് മുമ്പാണോ വിക്കുണ്ടായത് അതോ ഭാഷയ്ക്ക് ശേഷമോ? ഭാഷയുടെ ഒരു പ്രാദേശിക വ്യതിയാനമാണോ വിക്ക് അതോ സ്വയം ഒരു ഭാഷയോ? ഈ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഭാഷാശാസ്ത്രജ്ഞർ വിക്കുന്നു. ഇങ്ങനെയാണ് ഈ സ്റ്റാൻസ വരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റാൻസയ്ക്ക് പോവാം. Each time we stammer, we are offering a sacrifice to the God of meanings. When a whole people stammer becomes their mother tongue, just as it is with us now. അപ്പോൾ ഈച്ച് ടൈം വി സ്റ്റാമർ, ഓരോ സമയം നമ്മൾ വിൽക്കുമ്പോഴും വി ആർ ഓഫറിങ് എ സാക്രിഫൈസ് ടു ദി ഗോഡ് ഓഫ് മീനിങ്. അർത്ഥങ്ങളുടെ ദൈവത്തിന് നമ്മളൊരു എന്താ പറയുക, ഒരു പൂജ ചെയ്യാണ്, അല്ലെങ്കിൽ ഒരു വഴിപാട് നടത്തുകയാണ് എന്നൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വെൻ ഹോൾ പീപ്പിൾ സ്റ്റാമർ, എല്ലാവരും വിൽക്കുമ്പോൾ, എല്ലാ ജനങ്ങളും വിൽക്കുമ്പോൾ, സ്റ്റാമർ ബിക്കംസ് ദെയർ മദർ ടങ്, ആ സ്റ്റാമർ വിക്ക് എന്ന് പറയുന്നത് അവരുടെ ഒരു മാതൃഭാഷയാവുന്നു. ജസ്റ്റ് ആസ് ഇറ്റ് ഈസ് വിത്ത് അസ് നൗ, ഇപ്പോൾ നമ്മളുടെ അടുത്തുള്ള പോലെ, ഇപ്പോൾ നമ്മളൊക്കെ അങ്ങനെയാണ് എന്നാണ് പറയുന്നത്. നമുക്ക് മലയാളം പോയെന്ന് നോക്കാം. ഇവിടെയാണ് കേട്ടോ. ഓരോ കുറി വിൽക്കുമ്പോഴും നാം അർത്ഥങ്ങളുടെ ദൈവത്തിന് ഒരു ബലി നൽകുകയാണ്. ഒരു ജനത ഒന്നിച്ചു വിൽക്കുമ്പോൾ അവരുടെ മാതൃഭാഷ വിക്കാകുന്നു, ഇപ്പോൾ നമ്മുടേതെന്ന പോലെ. ഇതാണ് മലയാളത്തിലുള്ള കവിത. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റാൻസ നോക്കാം. God too must have stammered when he created man. That is why all the words of man carry different meanings. That is why everything he utters, from his prayers to his commands, stammers like poetry. അപ്പോൾ ദൈവം, God too must have stammered, ദൈവം വിക്കിയിട്ടുണ്ടാവണം. വെൻ ഹി ക്രിയേറ്റഡ് മാൻ, മനുഷ്യരെ ഉണ്ടാക്കിയപ്പോൾ ദൈവവും വിക്കി കാണണം. ദാറ്റ് ഈസ് വൈ ഓൾ ദ വേർഡ്സ് ഓഫ് മാൻ ക്യാരി ഡിഫറെൻറ്റ് മീനിങ്. അതുകൊണ്ടാവാം നമ്മളുടെ മനുഷ്യരുടെ ഓരോ വാക്കുകൾക്കും പല അർത്ഥങ്ങളാകുന്നത്. അതായത് നമ്മൾ പറയുന്ന വാക്ക് വേറെ, ചെയ്യുന്ന പ്രവൃത്തി വേറെ എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് വൈ എവറിത്തിങ് ഹി അട്ടേഴ്സ് ഫ്രം ഹിസ് പ്രയേഴ്സ് ടു ഹിസ് കമാൻഡ്സ് സ്റ്റാമർ. അതുകൊണ്ടാവാം മനുഷ്യർ പറയുന്ന ഓരോ കാര്യങ്ങളും, പ്രാർത്ഥന മുതൽ അവരുടെ കമൻസ് വരെ, കൽപ്പനകൾ വരെ വിൽക്കാവുന്നത്. അതായത് അവർ പറയുന്ന പ്രേയേഴ്സ് മുതൽ അവർ പറയുന്ന കൽപ്പനകളൊക്കെ വേറെയാവുന്നത് അതുകൊണ്ടാവാം. ലൈക്ക് പോയട്രി, ഈ പോയത്തിനെ പോലെ തന്നെ, ഈ കവിതയെ പോലെ തന്നെ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീപ്പ് മീനിങ് എന്താണെന്ന് നോക്കാം. ഇവിടെ ഉദ്ദേശിക്കുന്നത് മനുഷ്യരെ സൃഷ്ടിച്ചപ്പോൾ ദൈവവും വിക്കി കാണുമെന്ന് പറഞ്ഞാൽ, മനുഷ്യരെ സൃഷ്ടിച്ചപ്പോൾ ദൈവം ഒന്ന് കണ്ണടച്ച് കാണും. അതായത് പെർഫെക്റ്റ് ആക്കാതെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആക്കിയിട്ട് അപ്പോൾ ദൈവവും അവിടെ കണ്ണടച്ച് കാണും. ദാറ്റ് ഈസ് വൈ ഓൾ ദ വേർഡ്സ് ഓഫ് മാൻ ക്യാരി ഡിഫറെൻറ്റ് മീനിങ്. അതുകൊണ്ടാവാം മനുഷ്യരുടെ വാക്കുകൾ, അതിൻ്റെ അർത്ഥങ്ങളും വേറെയാവുന്നത്. അതായത് ഒരു വാക്ക് പറയുന്നു, അതിന് അവരെന്നെ വേറെ വേറെ അർത്ഥങ്ങളിൽ അത് ചിന്തിക്കുന്നു, അല്ലെങ്കിൽ വേറെ രീതിയിൽ പ്രവർത്തിക്കുന്നു. അപ്പോൾ നമ്മൾ പെർഫെക്റ്റ് ആയിട്ടാണ് ദൈവം സൃഷ്ടിച്ചെങ്കിൽ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നടക്കുമായിരുന്നു. പക്ഷെ നമ്മൾ ഇതിൽ ദൈവം സൃഷ്ടിച്ചപ്പോൾ കണ്ണടച്ചത് കൊണ്ടാവാം നമ്മളും ഇങ്ങനെ പ്രവർത്തിച്ചു. ദാറ്റ് ഈസ് വൈ എവറിത്തിങ് ഹി അട്ടേഴ്സ് ഫ്രം ഹിസ് പ്രയേഴ്സ് ടു ഹിസ് കമൻഡ്സ് സ്റ്റാമർ. അതായത് അവൻ പ്രാർത്ഥനകളിൽ വേറൊന്ന് പറയുന്നു, അവൻ്റെ പ്രവൃത്തിയിൽ ആ പ്രാർത്ഥനകളിലുണ്ടോ ഇല്ല, അവൻ്റെ പ്രവൃത്തിയിൽ അവൻ വേറൊന്ന് ചെയ്യുന്നു. ലൈക്ക് പോയട്രി, ഈ കവിതയെ പോലെ. കവിതയെ പോലെ എന്ന് പറഞ്ഞ് നിർത്തുന്നതിന് കാരണം ഈ മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുള്ളത് ഇൻപെർഫെക്റ്റ് ആയിട്ടാണല്ലോ ഗോഡ്. അതുപോലെ തന്നെ ഈ പോയറ്റും ഇൻപെർഫെക്റ്റ് ആണ് എന്നുള്ള ഉദ്ദേശത്തിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മലയാളം കവിതയുടെ ലാസ്റ്റ് വരികൾ നോക്കാം. ഇവിടെയാണ് കേട്ടോ. മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവവും വിക്കിയിരിക്കണം. അതുകൊണ്ടാണ് മനുഷ്യരുടെ എല്ലാ വാക്കുകളും ദുരൂഹമായത്. അതുകൊണ്ടാണ് മനുഷ്യരുടെ പ്രാർത്ഥനകൾ മുതൽ കൽപ്പനകൾ വരെ എല്ലാം വിൽക്കുന്നത്, കവിതയെപ്പോലെ. അപ്പോൾ ഇതാണ് സ്റ്റാമറിൻ്റെ മലയാളവും ഇംഗ്ലീഷും. ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളുടെ സ്റ്റാമർ എന്നുള്ള പോയം. അപ്പോൾ പോയം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കും. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതേപോലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ വീഡിയോസിന് വേണ്ടി നിങ്ങൾ ബെല്ലൈക്കൺ അനേബിൾ ചെയ്തു വെക്കുക. താങ്ക് യു ഓൾ.